അപരാധികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടും. ചിന്തിക്കണം, ഈ രാജ്യത്തിന്റെ അവസ്ഥ എവിടേക്ക് പോവുകയാ. പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ നൗഫൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ നാസർ അതിനെ ഉൾപ്പെടെയുള്ളവരിവിടെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുത്തപ്പെട്ട് ന്യൂനപക്ഷ കീഴാള ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു എന്നതാണോ അതിന് ചെയ്തതായ തെറ്റ്? ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂറത്തിലും മീററ്റിലും ജഗൽപൂരിലും അയോധ്യയിലും ഭിവണ്ടിയിലും ജംഷഡ്പൂരിലും കോയമ്പത്തൂരിലും വാരാണസിയിലും ഗുജറാത്തിലും ഉൾപ്പെടെ വെട്ടിമുറിക്കപ്പെട്ട പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു എന്നുള്ളതാണോ? 92-93 കാലഘട്ടങ്ങളിൽ ബോംബെയുടെ തെരുവോരങ്ങളിൽ അതേ ബാൽ താക്കറെ എന്ന ശിവസേന ഭീകരന്റെ നേതൃത്വത്തിൽ അടിഞ്ഞാട്ടവും കലാപവും നടന്നപ്പോൾ അതിന്റെ പേരിൽ അവിടെ കൊല്ലപ്പെട്ട, ബലാത്സംഗം ചെയ്യപ്പെട്ട, ഭവനങ്ങൾ നഷ്ടപ്പെട്ട, ആക്രമിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചു എന്നതാണോ അബ്ദുൽ നാസർ നവാദിന് ചെയ്തതായ തെറ്റ്? 4 നൂറ്റാണ്ടോളം കാലം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് ഓരോ 5 നേരവും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങിയ ബാബരി മസ്ജിദിൽ 1921 കാലഘട്ടങ്ങളിൽ 1949 കാലഘട്ടങ്ങളിലെ കടന്നു കയറിയിട്ട് ആ ബാബരി മസ്ജിദ് പിടിച്ചടക്കിയ കൗരവ കൗശവ ഫലക്കെതിരെയും അതിനൊത്താശ ചെയ്തു കൊടുത്തതായ ഭരണകൂട ഭീകരവാദത്തിനെതിരെയും ചങ്ങൂറ്റത്തോടുകൂടി ശബ്ദമുയർത്തിയതാണ് അബ്ദുൽ നാസർ മഅദനിയെ പോലെയുള്ളവർ ചെയ്തതായ തെറ്റ്. നമ്മൾ ചിന്തിക്കണം, 15 വർഷത്തോളം ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വെറും വിചാരണ തടവുകാരനായി 15 വർഷത്തോളം വെറും ഒറ്റക്കാലുള്ളതായ ഒരു മനുഷ്യൻ പാതിരാത്രിയുടെ നിശബ്ദതയിൽ കാസർഗോഡിന്റെ കാര്യങ്ങളൊക്കെ, കാസർഗോഡ് മണ്ണിൽ വരുന്നതും ബേക്കലെ ഹദ്ദാദ് നഗറിൽ വരുന്നതുമൊക്കെ അബ്ദുൽ നാസർ അതിന് നേരിട്ട് കണ്ടപ്പോൾ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാസർഗോട്ടെ ജനങ്ങൾ ഒരുപാട് സ്നേഹമുള്ള ജനങ്ങളാണ്, ഒരുപാട് ആവേശമുള്ള ജനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാസർഗോട്ടത്തെ മക്കളോട് ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, അബ്ദുൽ നാസർ അതിന് ചെയ്ത തെറ്റെന്താ? പാതിരാത്രിയുടെ നിശബ്ദതയിൽ കോരിത്തെരിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ചരിത്രം പറഞ്ഞു തന്ന അബ്ദുൽ നാസർ അതിനെയുണ്ടല്ലോ, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാരാവാരം പോലെയുള്ള പാവപ്പെട്ട മനുഷ്യമക്കളെ നോക്കി ഒരു സിംഹത്തെ പോലെ ഗർജിച്ച അബ്ദുൽ നാസർ മഅദനിയില്ലേ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ആവേശോജ്വലമായ പ്രഭാഷണം നടത്തിയ അബ്ദുൽ നാസർ മഅദനി, ബിലാൽ ഇബ്നു റവാഹയുടെ ചരിത്രം പറഞ്ഞ അബ്ദുൽ നാസർ മഅദനി, ഹംസത്തുൽ കറാറിന്റെ ചരിത്രം പറഞ്ഞ അബ്ദുൽ നാസർ മഅദനി, ഉമറുൽ ഫാറൂഖിന്റെ ചരിത്രം പറഞ്ഞ അബ്ദുൽ നാസർ മഅദനി, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രം പറഞ്ഞ അബ്ദുൽ നാസർ മഅദനി, ഉമറുൽ മുഖ്താറിന്റെ ചരിത്രം പറഞ്ഞ അബ്ദുൽ നാസർ മഅദനി, കോയമ്പത്തൂരിന്റെ തെരുവോരങ്ങളിൽ KJ ഹോസ്പിറ്റലിന്റെ മുന്നിൽ പാവപ്പെട്ട മുസ്ലിം മനുഷ്യരുടെ കബന്ധങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച ചരിത്രം പറഞ്ഞ അബ്ദുൽ നാസർ മഅദനി. ആ അബ്ദുൽ നാസർ മഅദനിക്ക് ഇല്ല ഇന്ന് ശബ്ദമുയർത്തി സംസാരിക്കാനുള്ള ത്വാഖത്ത് പോലുമില്ലാതെ ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു തടങ്കലിലാണ് അദ്ദേഹം. ജാമ്യം, എന്ത് ജാമ്യവാ? ആശുപത്രി കിടക്കയിൽ ഇങ്ങനെ കിടന്നോണം അല്ലെ? ജാമ്യം എന്ന പേരിൽ ഒരു പ്രഹസനം. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തിട്ടാ? രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന സമൂഹത്തിന് അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ കണ്ടില്ല എന്ന് കണ്ണടച്ചിരിട്ടാക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ ആര് തീവ്രവാദി എന്ന് വിളിച്ചാലും എന്നെ ആര് ഭീകരവാദി എന്ന് വിളിച്ചാലും എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞ അബ്ദുൽ നാസർ മഅദനി ഇന്നും മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഒരാളെ നല്ലപോലെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോന്നെങ്കിൽ അറിയോ, വലത്തെ കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു, ഇടത്തെ കണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടു. ഈ ഒരു അവസ്ഥ അബ്ദുൽ നാസർ മഅദനിക്കുണ്ടായി. എന്ത് തെറ്റ് ചെയ്തിട്ടാ, എന്തു കുറ്റം ചെയ്തിട്ടാ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ നിരപരാധികൾ മാറാത്ത 21 ചെറുപ്പക്കാരെന്ത് കുറ്റം ചെയ്തിട്ടാ അവരുടെ മേലുള്ള കുറ്റം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ചെറുപ്പക്കാരെ ഏതോ ചില മുൻവൈരാഗ്യങ്ങൾ വെച്ചിട്ട് ഭീകരവാദികളെന്ന് പേരിൽ പിടിച്ചു UAPയെ ചാർത്തിക്കൊടുക്കുമ്പോ സമുദായം ഇവിടെ ഉണരണം. ഈരാറ്റുപേട്ടയിലെ ഷാദുലിയും ശിബിലിയും, കുഞ്ഞുണ്ണിക്കരയിലെ കുഞ്ഞുണ്ണിക്കരയിലെ അൻസാർ നദിയും, അതേപോലെ നിസാമും ഉൾപ്പെടെ റാസിഖ് ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ പാലായിക്കുളത്ത് ആഗസ്റ്റ് 15 അവർ ഒന്നു ചേർന്നിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മുസ്ലിം ഈ ധീര ദേശാഭിമാനികളെ പറ്റി ചർച്ച ചെയ്തിട്ടോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മുസ്ലിമീങ്ങളുടെ പങ്ക് ചർച്ച ചെയ്തിട്ടോ? വേലുത്തമ്പി തളവ ബ്രിട്ടീഷുകാരുടെ കയ്യിൽപ്പെടാതെ ആത്മഹത്യ ചെയ്ത മരിച്ചെങ്കിൽ, മാർത്താണ്ഡവർമ്മ ആത്മഹത്യ ചെയ്തെങ്കിൽ, പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തെങ്കിൽ, ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഏറ്റുമുട്ടി ഈ ലോകത്ത് ഈ രാജ്യത്തെന്ന് ഷഹാദത്ത് വരിച്ച ഒരേയൊരു ഭരണാധികാരി ബഹുമാനപ്പെട്ട
ഫതഹ് അടിക്കാൻ ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ് മാത്രമാണെങ്കിൽ ആ ടിപ്പുവിനെ പറ്റി ചർച്ച ചെയ്തതുകൊണ്ടോ? എന്ത് തെറ്റ് ചെയ്തിട്ടാ? ചിന്തിക്കണം. ഇങ്ങനെ എത്രയോ നിരപരാധികൾ ഇപ്പൊ കണ്ടില്ലേ, 17 വർഷം ജയിലിൽ കിടന്നൊരു ചെറുപ്പക്കാരനെ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. ഇന്നും ഇപ്പൊ ഈ പാലായിക്കുളം കേസിലുള്ള 3 ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ ഇതിനു മുമ്പ് ഹൂബ്ലി സ്ഫോടന കേസെന്നും പറഞ്ഞു കൊണ്ടുപോയിട്ട് അതിലൊക്കെ ഇവര് നിരപരാധികളെന്ന് തെളിഞ്ഞു. ഇനി 36 കേസ്, അഹമ്മദാബാദ് ബറോഡ സ്ഫോടനം ഉൾപ്പെടെ 36 കേസ് അവരുടെ പേരിലുണ്ട്. ഇതൊക്കെ നമ്മളറിയണം. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം നടന്നതാ, അതും അവരുടെ തലയിൽ വെച്ചു കൊടുത്തു. ഇതിന്റെ വിചാരണ ഇനി എന്ന് കഴിയാൻ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ നിരപരാധികളെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തിരിച്ചു കൊടുക്കാൻ ഏത് ഭരണകൂടത്തിനാണ് സാധിക്കുന്നത്? ഈ നിരപരാധികൾ ഇങ്ങനെ